ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം, രാവിലത്തെയും വൈകിട്ടത്തെയും കൂടെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളിത് പരിപ്പ് വെള്ളത്തിലിടുകയാണ് കേട്ടോ. പരിപ്പും ഉഴുന്നുവടയും നെയ്യപ്പവും ഇതാണ് ഇന്ന് കേറ്ററിങ്ങിൻ്റെ ഓർഡറുകൾ കേട്ടോ. എല്ലാം കുറേച്ചേ ഉള്ളൂ. എന്താണെങ്കിലും കുറേച്ചേ ആണെങ്കിലും ഇപ്പോൾ 1.5 മാസം ചെയ്യാതിരുന്നിട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. അപ്പോൾ ആദ്യം കുറേച്ചയാവും. പിന്നെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് പിന്നെ ഓർഡർ കിട്ടും കേട്ടോ. പിന്നെ ശനി ഞായർ ഞാൻ വെട്ടി കച്ചവടത്തിന് പോകും. അതുകൊണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. പിന്നീട് മക്കൾക്ക് തോരൻ വെച്ച് കൊടുക്കുന്നത് പാവയ്ക്കാണ്. അപ്പോൾ ഒരു പാവയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ 2 മുട്ടയും എല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി തേങ്ങയൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്ക് കൊണ്ടുപോകാനാവുമല്ലോ. അങ്ങനെ അതോർത്ത് ഇന്ന് പാവയ്ക്കത്തോരനാണ് വെക്കുന്നത്. അപ്പോൾ അന്ന് ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിക്കാമെന്ന് ഓർത്ത് രാവിലെ ഞാൻ ഒരു ഗ്ലാസ് കടിഞ്ചായ എടുത്തു. അതിന് ശേഷം എന്തേ പാവയ്ക്കൊക്കെ അരിഞ്ഞ് ഞാൻ അടുപ്പിലിട്ട് കേട്ടോ. സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ആ പാവയ്ക്ക വേവിച്ച് അത് കഴിഞ്ഞ് തേങ്ങ ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് എടുക്കുകയല്ലേ, അതുപോലെ തന്നെ നമ്മൾ ആദ്യം പാവയ്ക്ക തോരൻ വെക്കും കേട്ടോ. അപ്പം പാവയ്ക്ക എല്ലാം വെന്ത് നല്ല ഉപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിന് ശേഷം അതിലേക്ക് തന്നെ 2 മുട്ട നമ്മൾ പൊട്ടിച്ച് ഇടുവാണ് കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ ഇട്ട് ഇളക്കി എടുത്തേച്ചാൽ മതി. പിന്നെ ഇച്ചിരി ഒരു 5 മിനിറ്റ് കൂടെ പൊത്തി എടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് തോരൻ റെഡിയാകും കേട്ടോ. വലിയ പണിയൊന്നുമില്ല. സാധാരണ പാവയ്ക്ക തോരൻ വെക്കുന്നോട്ട് വെച്ചിട്ട് അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പം പാവയ്ക്കൊക്കെ ചെറിയ കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും കേട്ടോ. ഇങ്ങനെ വെക്കുവാണെങ്കിൽ പിള്ളേർ കഴിക്കാത്ത മക്കളും എല്ലാം പാവയ്ക്ക കൂട്ടിക്കോളും കേട്ടോ. ഈ രീതി വെച്ച് കൊടുക്കുവാണെങ്കിൽ. പിന്നെ എൻ്റെ മക്കൾക്ക് പൊതുവേ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ 3 പേർക്കും ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ ആൾമാരോട് ആൾമാരോട് പച്ചക്കറി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറയുമ്പം തന്നെ ആദ്യം തന്നെ മേടിക്കുന്ന പാവയ്ക്കാണ് കേട്ടോ. അപ്പം എന്തേ പാവയ്ക്കാത്തോരനൊക്കെയായി ഞാനൊന്ന് അടച്ചു വെച്ചു. പിന്നെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പരിപാടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മക്കളെ വിളിച്ചുണർത്തുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം അപ്പം ഉഴുന്നൊക്കെ അരയ്ക്കാനിട്ടിട്ടുണ്ട്. അതൊക്കെ കോരാനോ എടുക്കാനോ ഒക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേ ഇല്ല കേട്ടോ. പാവയ്ക്ക മുട്ടയും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാനുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് പാവയ്ക്കത്തോരനാണ് മക്കൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ കറിയൊന്നുമില്ല, ഈ തോരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരല്പം മൈദാമാവ് എടുത്ത് കലക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങയും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നിച്ച് തന്നെ എല്ലാം കൂടി ഇട്ട് ഒന്ന് കുഴച്ചെടുത്തേക്കാണ്, കലക്കിയെടുത്തേക്കുക. ഇനി ഇത് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇതിന് വലിയ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഇതും ചായയും കൂടി ആകുമ്പോഴത്തേക്ക് കഴിച്ചോളും കേട്ടോ, മക്കൾ കഴിച്ചോളും. പിന്നെ മക്കൾക്ക് കൊടുത്തു വിടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് പാവയ്ക്കാത്തോരനാന്ന് പറഞ്ഞല്ലോ. പിന്നെ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു. മക്കൾ അപ്പോൾ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടെടുത്തു. ഇതേ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളെല്ലാം അതെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മുന്നിലിരുന്ന വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനി ഇടുന്ന വീഡിയോയ്ക്ക് ഇതുപോലെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ചായയൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കപ്പൊക്കെ ഒന്ന് തെന്നിപ്പോന്നു കേട്ടോ. തെറുതി വെച്ചാണ് ചെയ്തത്. ഇതെല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം എനിക്ക് കേറ്ററിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കറക്റ്റ് സമയത്ത് കൊടുക്കണ്ടേ. കടയിലാണെങ്കിലും കൊണ്ട് കൊടുക്കണമെന്ന് കടയിലെ മാത്രം ഓർഡറുകളേ ഉള്ളേ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. വൈകിട്ട് സംഘമുണ്ട്, 4 മണിക്ക് സംഘമുണ്ട്, അതിനൊക്കെ പോകണം. വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കണം. അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലാണ് നമുക്ക് കുഴപ്പമില്ല, പതിയെ ചെയ്തേച്ചാൽ മതി. കേറ്ററിങ്ങിൻ്റെ പരിപാടി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു റെസ്റ്റും ഇല്ല കേട്ടോ. വൈകിട്ട് വന്നാൽ പിന്നെ ഇത് തന്നെ ശങ്കരം വീണ്ടും തെങ്ങേലാന്ന് പറഞ്ഞോട്ട് ഇത് തന്നെ പരിപാടിയാണ് കേട്ടോ. ഒരാൾ കൈസഹായത്തിന് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. എന്നാൽ ഒരാളെ കൂലിക്ക് വെക്കാമെന്ന് വെച്ചാൽ അതിനുള്ള കച്ചവടം നമുക്കില്ല കേട്ടോ. അന്നുള്ള കൂലി തന്നെ ചില ദിവസങ്ങളിൽ അന്നുള്ള കൂലി തന്നെ എടുക്കാൻ പ്രയാസമാണ്. എന്ന് വെച്ചാൽ സാധനത്തിൻ്റെ വില അതുപോലെയാണ് കേട്ടോ. പിന്നെ നമ്മളെങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ പോകുന്നു. വേറെ വരുമാന മാർഗ്ഗമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇത് തന്നെ ഉണ്ട്. പിന്നെ ശനി ഞായറും കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ മെട്ടിൽ ആളുണ്ട് എങ്കിൽ നമ്മൾ കടകളിലൊക്കെ കൊടുത്ത് കുറച്ച് സാധനം കൊണ്ട് മെട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം ഞാൻ ഓടിച്ച് വിടുന്നത് കേട്ടോ.
അപ്പോഴത്തേക്ക് ഇതേ മക്കൾക്ക് പിന്നെ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേറെ കറികളൊന്നുമില്ല. ഇന്ന് ദോശയ്ക്ക് ദോശയും ഈ ചായയും മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് മക്കളെല്ലാം സ്കൂളിൽ വിട്ടു. വീടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒതുക്കി. പിന്നെ ധൃതി വെച്ചിട്ടല്ല ഒതുക്കി തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. വൈകിട്ട് തുടയ്ക്കാൻ ഓർത്തുണ്ട്. അതിന് ശേഷം ഞാൻ ഉഴുന്നോടെ ഇടുവാണേ. ആദ്യം തന്നെ ഉഴുന്നോടെ ഇട്ട് മാറ്റാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ പരിപ്പോടെ ഇടുന്നത് നെയ്യപ്പം ഇടുന്നൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. എന്നാ വെച്ചാൽ മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഉഴുന്നോടെയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉഴുന്നോടെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇന്നാണ് ഞാൻ ഉഴുന്നോടെ ഉണ്ടായത്. നല്ല സോഫ്റ്റ് ഉഴുന്നോടെയായിരുന്നു. അതിന് ശേഷം ഇതാ 4:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടകളിലെല്ലാം കൊണ്ട് കൊടുത്ത് വന്ന് വീട്ടിൽ അത്യാവശ്യം ജോലിയെല്ലാം ഒതുക്കി അത് കഴിഞ്ഞ് ചോറിനാൻ പോലും ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ. അതിനുശേഷം 4:15 ഇപ്പോൾ സംഘത്തിന് പോകണം. ഈ ഒരു കയറ്റം കയറി മെയിൻ റോഡിൽ ചെല്ലണം കേട്ടോ. മെയിൻ റോഡിൽ ചെല്ലുമ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. എന്നാൽ ഈ ശ്വാസം മുട്ടലും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു കയറ്റം കയറി ചെല്ലുമ്പോഴേക്ക് നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയി കിട്ടും കേട്ടോ. എന്താണല്ലോ സംഘത്തിലും കാര്യങ്ങളൊക്കെ പോയി റെഡിയായി വന്നപ്പോഴത്തേക്ക് ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ തെറുതി വെച്ച് കോഴിക്ക് പുല്ല് കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ പുല്ലരിയാണ്. അപ്പം ചെറുക്കായിയാണ് നേരത്തേക്ക് ഇതേ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കോഴിക്ക് പുല്ലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത്യാവശ്യം കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറി നേരത്തെ ഇപ്പം കുളിക്കും കേട്ടോ. എന്നിട്ട് ബാക്കി അടുക്കളയിലെ പണിയെല്ലാം ചെയ്യത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറിയേ. അപ്പോഴത്തേക്കാണ് ഓർത്ത ഇന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇതടിച്ചത് എന്തോ ഫ്ലെക്സ് അടിച്ചത് കിട്ടിയായിരുന്നു കേട്ടോ. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉണ്ണിയപ്പം, പരിപ്പുവട, നെയ്യപ്പം, ഉഴുന്നുവട ഇതിൻ്റെയൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവർ സ്നാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പക്കാവടയുടെയും മിച്ചറിൻ്റെയും വെച്ചു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ല, സ്നാക്സ് എല്ലാം എന്ന് ഓർത്ത് പിന്നെ അത് തന്നെ മതിയെന്ന് പറഞ്ഞ് പിന്നെ അടിക്കുകയും ചെയ്തല്ലോ. പിന്നെ അത് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാ മുത്തുവാവ ഫുഡ്സ് എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ്. അപ്പോൾ എന്തെങ്കിലും ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഓർഡർ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും പിന്നെ ചായക്കടികൾക്കൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ പെരയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്ക് പെര കിടക്കുന്ന കോലം കണ്ട പടച്ചവൻ ഏതെല്ലാം ഇനി എപ്പം ചെയ്ത് തീർക്കുന്നില്ല. പാത്രം കഴുകണം, പെരകൾ വൃത്തിയാക്കണം, ചോറ് ഇനി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. കറിയൊന്നുമില്ല, കറികൾ എന്തെങ്കിലും വെക്കണം. ആകെ പടുപടിപരമാണ് പണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് തന്നെ നിർത്തുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് ഓർത്ത് ചായ എടുത്തു കേട്ടോ. ചായയും നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉഴുന്നോടെ മക്കൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മക്കളെ എനിക്കും കൂടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയും ചായയും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മുന്നിലത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതിനും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഞാൻ ഈ പറയുന്ന വോയിസിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം മുന്നിലത്തെ വീഡിയോയ്ക്കുള്ള സപ്പോർട്ട് തന്നതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.